നെഞ്ചിലെയും വയറിലെയും ചില ഭാഗങ്ങളിലും മുൻകാലുകളുടെ താഴത്തെ ഭാഗത്തും സ്ഥിതി ചെയ്യുന്ന ഒരു പ്രത്യേക അവയവങ്ങളിലൂടെ തേനീച്ചകൾ സ്പർശനങ്ങൾ തിരിച്ചറിയുന്നു. കൂടാതെ താപനില, ഈർപ്പം, കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് എന്നിവ കണ്ടെത്തുവാനുള്ള ഡിറ്റക്ടറുകൾ തേനീച്ചകളിലുണ്ട്. ഇതെല്ലാം തേനീച്ചകളുടെ ആ ആൻറ്റിനകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും അറിഞ്ഞപ്പോൾ തന്നെ തേനീച്ചകൾ അന്യഗ്രഹ ജീവികളാണോ എന്നൊരു സംശയം തോന്നുന്നുണ്ട് അല്ലേ? ഇതിലും അവിശ്വസനീയമായ, നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വിചിത്രമായ കാര്യങ്ങളാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. തേനീച്ചകൾ ഒരു സംവേദന അവയവമായി ഉപയോഗിക്കാത്തതും എന്നാൽ മറ്റൊരാളെ കഠിനമായി വേദനിപ്പിക്കുവാൻ കഴിയുന്നതുമായ ഒന്നിനെക്കുറിച്ച് നമ്മൾ പരാമർശിക്കേണ്ടതുണ്ട്. തീർച്ചയായും നമ്മൾ സംസാരിക്കുന്നത് കുത്താനുള്ള അവരുടെ അവയവത്തെക്കുറിച്ചാണ്. ഇത് ഉദരത്തിൻ്റെ പിൻഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ 2 വിഷഗ്രന്ഥികൾ, വിഷം സംഭരിച്ചു വയ്ക്കാനുള്ള ഒരു പാത്രം, അരം പോലുള്ള ഒരു മുള്ള് എന്നിവയാണ് അടങ്ങിയിരിക്കുന്നത്. ഈ മുള്ളിന് ഏകദേശം 2 മില്ലിമീറ്ററോളം നീളമുണ്ട്. കുത്തുമ്പോൾ ഇരയുടെ ചർമ്മത്തിൽ തങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ബാർബുകൾ ഈ മുള്ളിലുണ്ട്. അതേ കാരണത്താൽ തേനീച്ചയുടെ കുത്ത് തേനീച്ചയ്ക്ക് തന്നെ മാരകമാണ്. മുള്ളു ചർമ്മത്തിൽ തറച്ചു കഴിഞ്ഞാൽ തേനീച്ച സഹജമായി പറക്കുവാൻ ശ്രമിക്കും. അപ്പോൾ മുള്ളും വിഷസഞ്ചിയും കുടലിൻ്റെ ഒരു ഭാഗവും തേനീച്ചയുടെ ഉദരത്തിൽ നിന്നും വേർപെട്ടു പോകും. മുറിഞ്ഞുപോയ മുള്ള് കുറച്ചുനേരം കൂടി സങ്കോചിതമാവുകയും വിഷം കുത്തിവെക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അലർജി ഇല്ലാത്ത ഒരാൾക്ക് തേനീച്ചയുടെ കുത്ത് അസുഖകരമാണെങ്കിലും ഒരു തേനീച്ചയിൽ നിന്ന് അത് വലിയ അപകടമുണ്ടാക്കില്ല. എന്നാൽ ഒരു കോളനിയെ മുഴുവൻ പ്രകോപിപ്പിക്കുന്നത് വിവേകശൂന്യവുമാണ്. 500 കുത്തുകൾ ഒരാളെ ആശുപത്രിയിൽ എത്തിക്കും. 1000 കുത്തുകൾ മാരകമായി മാറും. അലർജിയുള്ള ഒരാൾക്ക് ഒരു കുത്തുപോലും മാരകമായേക്കാവുന്ന അനാഫിലാറ്റിക് ഷോക്കിന് കാരണമായേക്കാം. ഇത്തരം അലർജി അത്ര അപൂർവമല്ല. കണക്കുകൾ പ്രകാരം 7% ആളുകൾക്ക് തേനീച്ച വിഷത്തോട് അലർജിയുണ്ട്. എന്നാൽ വാസ്തവത്തിൽ തേനീച്ചകൾ പലരും വിശ്വസിക്കുന്നതിനേക്കാൾ അക്രമസക്തമല്ല. സാധാരണ സാഹചര്യങ്ങളിൽ ഒരു തേനീച്ചയ്ക്ക് നിങ്ങളുമായി ഒരു കാര്യവുമില്ല. നിങ്ങളതിനെ ശല്യപ്പെടുത്തിയില്ലെങ്കിൽ അത് നിങ്ങളെയും ശല്യപ്പെടുത്തില്ല. ആൺ തേനീച്ചകൾക്ക് വിഷമോ മുള്ളോ ഇല്ലാത്തതിനാൽ അവർക്ക് നിങ്ങളെ ഉപദ്രവിക്കാനും കഴിയില്ല. മറ്റു പല പ്രാണികളെയും പോലെ തേനീച്ചകളും വികാസത്തിൻ്റെ 4 ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മുട്ട, ലാർവ, പ്യൂപ്പ, മുതിർന്ന ജീവി. ഈ അത്ഭുതകരമായ രൂപമാറ്റങ്ങൾ കൃത്യമായി എങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്? ഇത് ചിത്രശലഭത്തിൻ്റെ രൂപമാറ്റത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. കാരണം ഇതിൽ ഏകോപിത ടീം വർക്ക് ഉൾപ്പെടുന്നു. ഓരോ സെല്ലിലും റാണി നിക്ഷേപിക്കുന്ന മുട്ടയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ബീജസങ്കലനം നടക്കുന്നതും നടക്കാത്തതുമായ മുട്ടകളുണ്ട്. രണ്ടാമത്തേത് ഡ്രോണുകൾക്ക് ജന്മം നൽകുന്നു. ബീജസങ്കലനം നടന്നവയിൽ നിന്ന് തൊഴിലാളി തേനീച്ചകളും ആവശ്യമെങ്കിൽ റാണികളും വരുന്നു. റാണിയാകുവാൻ 16 ദിവസത്തെ പൂർണ്ണ വളർച്ച വേണം. തൊഴിലാളി തേനീച്ചകൾക്ക് 21 ദിവസവും ഡ്രോണിന് 24 ദിവസങ്ങളും എടുക്കും. ഒരു തൊഴിലാളി തേനീച്ച എങ്ങനെ വികസിക്കുന്നു എന്ന് നമുക്ക് ആദ്യം നോക്കാം. റാണി മുട്ടയിട്ട് 3 ദിവസങ്ങൾക്ക് ശേഷം അത് ലാർവയായി മാറുന്നു. ആരോഗ്യകരമായ ലാർവകൾ വെളുത്ത നിറമുള്ളതും വെളിച്ചത്തിൽ തിളങ്ങുന്നതുമാണ്. ലാർവകൾ വേഗത്തിൽ വളരുകയും ദിവസത്തിൽ 24 മണിക്കൂറും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ തേനീച്ചകൾ ലാർവയ്ക്ക് റോയൽ ജെല്ലി എന്ന പ്രത്യേക പദാർത്ഥം നൽകുന്നു. ഇത് തൊഴിലാളി തേനീച്ചകൾ നിർമ്മിക്കുന്ന പോഷക സമൃദ്ധമായ വെളുത്ത പദാർത്ഥമാണ്. തൊഴിലാളി തേനീച്ചകൾക്കും ഡ്രോണുകൾക്കും ഭാവിയിലെ റാണികൾക്കും നൽകുന്ന ഭക്ഷണക്രമം തികച്ചും വ്യത്യസ്തമാണ്. ലാർവകൾ വളരുന്നതിനനുസരിച്ച് അവ 5 തവണ തൊലി കളയുകയും മുട്ടയിൽ നിന്ന് വിരിഞ്ഞ കുഞ്ഞു പുഴുക്കളേക്കാൾ 1500 മടങ്ങ് വലുതാവുകയും ചെയ്യുന്നു. 5 ദിവസത്തിന് ശേഷം തൊഴിലാളി തേനീച്ചകൾ ലാർവയിലുള്ള സെല്ലുകൾ അടയ്ക്കുന്നു. അടച്ച സെല്ലിനുള്ളിൽ ലാർവ പ്യൂപ്പയായി മാറുന്നു. ഈ ഘട്ടത്തിൽ ചിറകുകളും കാലുകളും കണ്ണുകളുമെല്ലാം രൂപപ്പെടുന്നു. പ്യൂപ്പ രൂപീകരണ പ്രക്രിയ 12 ദിവസത്തോളം എടുക്കും. പൂർണ്ണ വളർച്ചയെത്തിയ തേനീച്ച സെല്ലിൻ്റെ തൊപ്പി കടിച്ചു കീറി പുറത്തേക്ക് വരുന്നു. റാണിയും ഡ്രോണും തൊഴിലാളി തേനീച്ചകളെ പോലെ തന്നെയാണ് വികസിക്കുന്നത്. ഭക്ഷണക്രമത്തിലും സമയത്തിലും മാത്രമേ ഇവയ്ക്ക് വ്യത്യാസമുള്ളൂ. ഓരോരുത്തരുടെയും വിധി വ്യത്യസ്തമായിരിക്കും. റാണിയുടെ കാര്യം നോക്കിയാൽ ഏത് ബീജസങ്കലനം നടന്ന മുട്ടയ്ക്കും റാണിയാകാം. പക്ഷേ അത് തൊഴിലാളി തേനീച്ചകളെ ആശ്രയിച്ചിരിക്കും. ഒന്നിലധികം റാണികളെ വളർത്തുവാൻ അവർ തയ്യാറെടുക്കുന്നു. ഏറ്റവും ശക്തവും ആരോഗ്യകരവുമായ ഒന്ന് മാത്രമേ അതിജീവിക്കൂ എന്ന് ഉറപ്പാക്കുവാൻ വേണ്ടിയാണിത്. വിരിഞ്ഞിറങ്ങുന്ന ആദ്യത്തെ റാണി ഉടൻ തന്നെ മറ്റു റാണിമാരെ കൊല്ലുന്നു.
ജനിച്ച് 7 ദിവസം മുതൽ 10 ദിവസത്തിനുള്ളിൽ കന്യകയായ റാണി ഡ്രോണുകളുമായി ഇണചേരാൻ പോകുന്നു. ഇത് വലിയ ഉയരത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഇണചേരലിന് ശേഷം ഡ്രോൺ തൽക്ഷണം മരിക്കുന്നു. അതിനുശേഷം റാണി തൻ്റെ ജീവിതകാലം മുഴുവൻ മുട്ടയിടാൻ മാത്രം ചിലവാക്കുന്നു. ഒരു സീസണിൽ റാണി ശരാശരി 1,50,000 മുതൽ 1,60,000 മുട്ടകൾ വരെ ഇടുന്നു. ഒരു റാണിയുടെ ആയുസ് 3 മുതൽ 5 വർഷങ്ങൾ വരെയാണ്. അവർക്കത് കഴിയുമ്പോൾ ശാരീരിക അവശതകൾ ഉണ്ടാകാൻ തുടങ്ങും. ശാരീരികമായി അവശതകൾ ഉണ്ടാകുമ്പോൾ കോളനി മുഴുവൻ ചേർന്ന് അവളെ കൊന്ന് പുതിയ റാണിയെ വാഴിക്കുന്നു. പ്രകൃതി ക്രൂരമാണെങ്കിലും കാര്യക്ഷമമാണ്. ഇത് തൊഴിലാളി തേനീച്ചകളുടെ കാര്യമെടുത്തു കഴിഞ്ഞാൽ അവൾ ഒരു തൂപ്പുകാരിയായിട്ടാണ് തൻ്റെ കരിയർ തുടങ്ങുന്നത്. പിന്നീട് കുട്ടികളെ നോക്കുന്ന ആയയായും കൂട് നിർമ്മിക്കുന്നവളായും ഒടുവിൽ പരാഗണം നടത്തുന്നവളായും മാറുന്നു. ഇനി നമുക്ക് അവരുടെ കൂട് കാണാം. തേനീച്ചകൾ ഷഡ്ഭുജാകൃതിയിൽ കൂട് നിർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ അവർ വൃത്താകൃതിയിലാണ് കൂട് നിർമ്മിക്കുന്നത്. എന്നാൽ മെഴുക് ചൂടായിരിക്കുമ്പോൾ അത് ഗുരുത്വാകർഷണം മൂലം പരസ്പരം അമരുകയും ഭൗതികശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ച് അത് ഷഡ്ഭുജാകൃതിയായി മാറുകയും ചെയ്യുന്നു. ഷഡ്ഭുജാകൃതി എന്തുകൊണ്ടാണ് കൃത്യമായി ഈ ആകൃതിയാകുന്നത്? എന്തുകൊണ്ട് ചതുരങ്ങളോ ത്രികോണങ്ങളോ ആയിക്കൂടാ? ഒന്നാമതായി ഇത് ഏറ്റവും കാര്യക്ഷമമായ ആകൃതിയാണ്. ഓരോ കൊമ്പിൻ്റെയും ആന്തരിക വ്യാപ്തം പരമാവധി വർദ്ധിക്കുമ്പോൾ തന്നെ നിർമ്മാണ സാമഗ്രികളുടെ കുറഞ്ഞ ഉപയോഗം അത് അനുവദിക്കുന്നു. അവയ്ക്കിടയിൽ വിടവുകളൊന്നും അവശേഷിക്കുന്നുമില്ല. എന്നാൽ തേനീച്ചകൾ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുകയും തേൻകൂടിൻ്റെ ഗണിതശാസ്ത്രപരമായ കൃത്യമായ അനുയോജ്യമായ ആകൃതി നിർണ്ണയിക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തേനീച്ചകൾ ഷഡ്ഭുജാകൃതിയിലുള്ള കൂടുകളല്ല നിർമ്മിക്കുന്നത്, മറിച്ച് വൃത്താകൃതിയിലുള്ളവയാണ്. അല്ലെങ്കിൽ കൂടുതൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടർ ആകൃതിയിലുള്ളവയാണ്. ഭൗതികശാസ്ത്ര നിയമങ്ങളാണ് അവയെ ഷഡ്ഭുജാകൃതിയാക്കി മാറ്റുന്നത്. സിലിണ്ടർ കൂടുകൾക്കിടയിലുള്ള വിടവുകൾ തേനീച്ചകൾ മെഴുകുപയോഗിച്ച് നിറയ്ക്കുന്നു. പുതിയതായി നിർമ്മിച്ച സില്ലുകൾ വളരെ അയഞ്ഞവയാണ്, കാരണം മെഴുക് അപ്പോഴും ചൂടുള്ളതാണ്. ഗുരുത്വാകർഷണ ബലത്തിൽ സിലിണ്ടറുകൾ പരസ്പരം അമരുകയും നിരപ്പാക്കുകയും ചെയ്ത് ഒരു ഷഡ്ഭുജാകൃതിയായി മാറുന്നു. എന്നിരുന്നാലും എല്ലാം ഭൗതികശാസ്ത്രത്തിൽ അവസാനിക്കുന്നില്ല. സെല്ലുകൾ ഒരു പ്രത്യേക കോണിൽ നിർമ്മിക്കുന്നതിലൂടെ തേനീച്ചകൾ ഈ പ്രകൃതിദത്ത അത്ഭുതത്തെ സ്വാധീനിക്കുന്നു. അങ്ങനെ അവ അടിഞ്ഞുകൂടി ഉറച്ചു കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്തിച്ചേരുന്നു. സിലിണ്ടർ ആകൃതി അന്തിമമല്ലെന്ന് അവർക്കറിയാവുന്നത് പോലെയാണിത്. കൂടുകളുടെ കോണും ഭിത്തികളുടെ കനവും ക്രമീകരിക്കുവാൻ അവർ തങ്ങളുടെ തല ഒരു പ്ലാം ലൈൻ തൂക്കുനൂൽ പോലെ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് തേനീച്ചകളുടെ അത്ഭുതകരമായ തേൻ നിർമ്മാണം എങ്ങനെയാണ് എന്ന് കാണാം. ഭക്ഷണവുമായി തിരികെ വരുന്ന തേനീച്ചകളിൽ നിന്നും ഈ ഭക്ഷണം സ്വീകരിക്കുന്നത് യുവ തേനീച്ചകളാണ്. ഇവിടെയാണ് തേൻ നിർമ്മാണത്തിൻ്റെ രഹസ്യം നടക്കുന്നത്. അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം. ശരാശരി പുതിയ ഭക്ഷണത്തിൽ ഏകദേശം 50% വെള്ളമടങ്ങിയിരിക്കുന്നു. ഇത് വളരെ നേർത്തത് മുതൽ കട്ടിയുള്ള വകഭേദങ്ങൾ വരെയാകാം. ഇത് ഈ രൂപത്തിൽ ദീർഘനേരം സൂക്ഷിക്കുവാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇത് വേഗത്തിൽ പുളിച്ചു പോകാൻ തുടങ്ങും. അതിനാൽ ഭക്ഷണം സംസ്കരണം ഫോർജർ തേനീച്ചകളുടെ തേൻ സഞ്ചിയിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നു. ഫോർജർ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ശേഖരിച്ച ഭക്ഷണം ഒരു തൊഴിലാളി തേനീച്ചയ്ക്ക് കൈമാറുന്നു. സ്വീകരിക്കുന്ന തേനീച്ച ഫോർജർ തേനീച്ചയുടെ വായിൽ നിന്നും ഭക്ഷണം തൻ്റെ തുമ്പിക്കൈ ഉപയോഗിച്ച് വലിച്ചെടുക്കുന്നു. ഫോർജർ തുടങ്ങിയ പ്രക്രിയ തുടർന്നുകൊണ്ട് അത് കുറച്ചു നേരം ചവയ്ക്കുന്നു. തുടർന്ന് സ്വീകരിക്കുന്ന തേനീച്ച ഇടയ്ക്കിടെ തുമ്പിക്കൈയുടെ അറ്റത്ത് ഭക്ഷണം വിടുകയും അത് തിരികെ വിഴുങ്ങുകയും ചെയ്യുന്നു. തേനീച്ചയുടെ ഉമിനീർ എൻസൈമായ എൻ വെർട്ടസ് സങ്കീർണമായ പഞ്ചസാരകളെ ലളിതമായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എന്നിവയായി വിഭജിക്കുന്നു. ഒരേ ഒരു ഇറക്ക് ഭക്ഷണം ഉപയോഗിച്ച് തേനീച്ച ഈ പ്രവർത്തനം ഏകദേശം 240 തവണ ചെയ്യുന്നു. തേനീച്ചകൾ സംസ്കരിച്ച ഭക്ഷണം തേൻകൂടുകളിൽ നിക്ഷേപിക്കുന്നു. പക്ഷേ ഇത് ഇപ്പോഴും ഭക്ഷണം മാത്രമാണ്, തേനായി മാറിയിട്ടേയില്ല. ഇനി ഇതിൽ നിന്നും അധികം ഈർപ്പം നീക്കം ചെയ്യേണ്ടതുണ്ട്. ജലവ്യാപ്തത്തിൻ്റെ 21% എങ്കിലുമായി ബാഷ്പീകരിക്കപ്പെടുന്നതുവരെ ഭക്ഷണം ഓരോ കൊമ്പിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയയ്ക്ക് 8 മുതൽ 10 വരെ ദിവസങ്ങളോളം എടുക്കും. ഈ സമയമാകുമ്പോഴേക്കും തേൻ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കും. പക്ഷേ അത് ഇപ്പോഴും പാകമാകാത്തതും ദ്രാവക രൂപത്തിലുള്ളതുമാണ്. ജലത്തിൻ്റെ ബാഷ്പീകരണം വേഗത്തിലാക്കുവാൻ തേനീച്ചകൾ അവരുടെ ചിറക് കൊണ്ട് വീശുന്നു. 100 കണക്കിന് തേനീച്ചകൾ ഒരേ സമയം ഇത് ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ ഒരു കൂടിന് സമീപത്തിരിക്കുമ്പോൾ ഉള്ളിൽ ഒരു സജീവമായ മൂളൽ കേൾക്കുകയാണെങ്കിൽ തേനീച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുകയല്ല, മറിച്ച് ഫാനുകളായി സ്വയം പ്രവർത്തിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക.
തേൻകൂടിൻ്റെ സിറപ്പ് ആവശ്യമുള്ള പരുവത്തിൽ എത്തിയാൽ സെല്ലുകൾ മെഴുകുപയോഗിച്ച് അടയ്ക്കുന്നു. ഈ സീലിംഗ് തേനീച്ചകൾ തന്നെ പതിപ്പിക്കുന്ന ഒരു തരം ക്വാളിറ്റി മാർക്കാണ്. തേൻ തയ്യാറാണെന്നും അത് കേടാകില്ല എന്നും വായു കയറില്ല എന്നുമാണ് ഇതിനർത്ഥം. ഇതിനു മുൻപ് അതിൻ്റെ ഘടന എൻസൈമുകളാൽ സമ്പന്നമായിരിക്കുകയും പ്രായോഗികമായി അണുവിമുക്തമാവുകയും ചെയ്യും. ഈ പ്രക്രിയകളെല്ലാം ഭക്ഷണത്തെ തേനാക്കി മാറ്റുന്നു. ഈ അവസ്ഥയിൽ തേൻ വർഷങ്ങളല്ല, നൂറ്റാണ്ടുകളോളം സൂക്ഷിക്കുവാൻ കഴിയും. ഇത് ഭക്ഷ്യയോഗ്യമായി മാത്രമല്ല, സ്വാദിഷ്ടമായും ഇതുപോലെ തന്നെ തുടരും. പൊതുവെ 15 മുതൽ 18 ദിവസം വരെ പ്രായമുള്ള ഭക്ഷണം ശേഖരിക്കുവാൻ സ്ഥാനക്കയറ്റം ലഭിക്കാത്ത യുവ തേനീച്ചകൾ കൂട്ടിൽ മറ്റു പല ജോലികളും ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. പലപ്പോഴും റോൾ മാറുകയും ആവശ്യാനുസരണം വിവിധ തൊഴിലുകളിൽ വൈവിധ്യം നേടുകയും ചെയ്യും. ഉദാഹരണത്തിന്, ചിലർക്ക് കൂടുകാക്കുന്നതിലൂടെ യഥാർത്ഥ സൈനിക സേവനം ചെയ്യേണ്ടി വരും. യുവതേനീച്ചകൾക്കായുള്ള അവസാന കൂട്ടിലെ ജോലികളിൽ ഒന്നായിട്ടാണ് ഇത് സാധാരണയായി കാണുന്നത്. എന്നാൽ കാവൽക്കാർ ആരിൽ നിന്നാണ് കോളനിയെ സംരക്ഷിക്കേണ്ടത്? എല്ലാവരിൽ നിന്നും. വന്യതയിൽ മറ്റു തേനീച്ചകളും കടന്നലുകളും മുതൽ കരടികൾ ഉൾപ്പെടെയുള്ള എല്ലാത്തരം ജീവജാലങ്ങളും മധുരപ്രേമികളാണ്. പല മൃഗങ്ങൾക്കും, പ്രത്യേകിച്ച് പക്ഷികൾക്കും തേനീച്ചകളെ തന്നെ ലഘുഭക്ഷണമാക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് പലരെയും അതിർത്തി സേനയിൽ സേവനമനുഷ്ഠിക്കുവാൻ തേനീച്ചകൾ നിയോഗിച്ചിരിക്കുന്നത്. കാവൽക്കാരൻ്റെ സ്ഥാനം ശാശ്വതമല്ല. ചിലപ്പോൾ ഒരു ദിവസം സേവനം ചെയ്യും, മറ്റുള്ളവർ ഒരാഴ്ച. സേവനത്തിനുള്ള പ്രായവും 1 മുതൽ 3 ആഴ്ച വരെ വ്യത്യാസപ്പെടും. സാധാരണയായി ശക്തമായൊരു കോളനിയിൽ 10 മുതൽ 20 വരെ കാവൽ തേനീച്ചകൾ ഒരേ സമയം കൂടിൻ്റെ പ്രവേശന കവാടത്തിൽ പെട്രോളിംഗ് നടത്തിക്കൊണ്ടേയിരിക്കും. കാവൽ സംവിധാനം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. കാവൽ തേനീച്ചകൾ മികച്ച കാഴ്ചശക്തിയുള്ളവരാണ്. എങ്കിലും അവർ ആശ്രയിക്കുന്നത് അതിൽ മാത്രമല്ല. തേനീച്ചകൾക്ക് ഒരു സുഹൃത്തോ ശത്രുവോ എന്ന് തിരിച്ചറിയാനുള്ള ഘ്രാണ സംവിധാനമുണ്ട്. ഒരു തേനീച്ചയുടെ മണം അതിൻ്റെ പാസ്പോർട്ടാണ്. ഓരോ കോളനിക്കും അതിൻ്റേതായ ഗന്ധമുണ്ട്. തേനീച്ചകളുടെ ആൻറ്റിനകളാണ് അവരുടെ ഘ്രാണ അവയവമായി പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം കണ്ടു കഴിഞ്ഞു. സംശയാസ്പദമായ ഏതൊരു വ്യക്തിയെയും നന്നായി മണുത്തു നോക്കുന്നതും ആൻറ്റിന കൊണ്ട് സ്പർശിക്കുകയും ചെയ്യുന്നു. കാവൽക്കാർ സ്വന്തം കൂട്ടുകാരെ ഗന്ധം കൊണ്ട് മാത്രമല്ല, പെരുമാറ്റ രീതികൾ കൊണ്ടും തിരിച്ചറിയുന്നു. കൂട്ടിലെ അംഗങ്ങൾ സാധാരണയായി സാവധാനത്തിലും ആത്മവിശ്വാസത്തോടെയുമാണ് പ്രവേശിക്കുന്നത്. അതേസമയം അന്യരായ കള്ളൻ തേനീച്ചകൾ ശ്രദ്ധിക്കപ്പെടാതെ വേഗത്തിൽ കൂട്ടിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. അതിർത്തി കാവൽക്കാർക്ക് ഇത് റദ്ദാക്കാൻ സാധിക്കും. തേനീച്ച അതിർത്തി സേവനത്തിൽ വെറ്റിനറി നിയന്ത്രണവും ഏർപ്പെടുത്തുന്നു. അണുബാധയേറ്റ ഒരു തേനീച്ചയെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയില്ല. മറ്റൊരു കൂടിൻ്റെ തേനീച്ചയുടെ കാര്യവും ഇങ്ങനെ തന്നെ. അത്തരം ക്ഷണിക്കപ്പെടാത്ത അതിർത്തിയെ ഒരു കള്ളനായിട്ടാണ് കണക്കാക്കുന്നത്. തേനീച്ച സാമ്രാജ്യത്തിൽ മോഷണം തികച്ചും സർവ്വസാധാരണമാണ്. ഇപ്പോൾ ഒരു ചോദ്യം: അപരിചിതരെ കാവൽ തേനീച്ചകൾ അകത്തേക്ക് വിടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താണ്? അവർ സ്വന്തം ശരീരം കൊണ്ട് വഴി തടയുമെന്നാണോ? അതെ, തേനീച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മറ്റ് നിരവധി നടപടികളുണ്ട്. അനാവശ്യമായ അതിഥി സ്വയം പോകുന്നില്ലെങ്കിൽ അവർ അതിൻ്റെ ചിറകുകളും ആൻറ്റിനകളും മറ്റ് ശരീരഭാഗങ്ങളും ഇല്ലാതാക്കാൻ ശ്രമിക്കും. മറ്റു കാവൽക്കാരും സഹായിക്കാൻ ഓടിവരും. ഒടുവിൽ ചിറകുകൾ കടിച്ചു കീറപ്പെട്ട നിസ്സഹായനായ കള്ളനെ നിലത്തേക്ക് എറിയുന്നു. അവിടെ അവൻ മരിച്ചു വീഴുന്നു. അത്തരം സന്ദർഭങ്ങളിൽ അവർ മുള്ളുകൾ ഉപയോഗിക്കില്ല. അവ വലിയ ഭീഷണികൾക്കായി കരുതി വച്ചിരിക്കുകയാണ് ചെയ്യുക. സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥിരമല്ലെന്നും അപകട മുന്നറിയിപ്പ് മൂലം അവരുടെ എണ്ണം പെട്ടെന്ന് വർദ്ധിപ്പിക്കാമെന്നും നമ്മൾ പറഞ്ഞു. കുത്തുമ്പോൾ ഐസോമൈൽ അസറ്റേറ്റ് എന്ന സങ്കീർണമായ ഹോർമോൺ സ്രവിക്കുന്ന കുത്താനുള്ള സംവിധാനമാണ് അലാറം സിഗ്നൽ പ്രവർത്തനക്ഷമമാക്കുന്നത്. ഒരു തേനീച്ച ആരാണെങ്കിലും കുത്തുമ്പോൾ ആ മണം കൂടിനെ ആക്രമിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, പ്രാണികൾ സ്വന്തം ജീവൻ ബലി നൽകി അനാവശ്യ അതിഥികളെ ഒരു ലക്ഷ്യമായി അടയാളപ്പെടുത്തുന്നു. കാരണം തേനീച്ചയെ സംബന്ധിച്ചിടത്തോളം കുത്തുക എന്നത് ആസന്ന മരണം എന്നാണ് അർത്ഥം. ഗുരുതരമായ ഭീഷണി ഉണ്ടാകുമ്പോൾ മുഴുവൻ കോളനികളും ജാഗ്രതയാവുകയും എല്ലാ തൊഴിലാളി തേനീച്ചകളും താൽക്കാലികമായി കാവൽക്കാരായി മാറുകയും കോളനിയെ സംരക്ഷിക്കുവാൻ ജീവൻ ബലി നൽകാൻ തയ്യാറാവുകയും ചെയ്യുന്നു. അടിയന്തര അലാറം മുഴങ്ങുമ്പോൾ തേനീച്ചകൾ പ്രവേശന കവാടത്തിൽ ചുറ്റും വിവിധ സ്ഥലങ്ങളിൽ നിലയുറപ്പിക്കുകയും അവരുടെ ഉദരം ഉയർത്തി മുള്ളൽപ്പം പുറത്തേക്ക് കാണിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഒരു അലാറം ഹോർമോൺ പുറത്തുവിടുന്നു. വൈകാതെ കൂടുതൽ പുതിയ റിക്രൂട്ടുകൾ നുഴഞ്ഞുകയറ്റക്കാരെ ആക്രമിക്കുവാൻ പുറപ്പെടുന്നു. തേനീച്ച കുടുംബത്തിലെ അംഗങ്ങൾ ഒഴികെ എല്ലാ അതിഥികളും ക്ഷണിക്കപ്പെടാത്തവരാണെങ്കിലും എല്ലാവരും അപകടകാരികളാകണമെന്നില്ല. ഈ അത്ഭുതകരമായ സാമൂഹിക ജീവികൾക്ക് പൗരത്വം നേടുന്നതും സവിശേഷമായൊരു സംവിധാനത്തിലൂടെയാണ്.
ഒരു വഴിതെറ്റിപ്പോയ തേനീച്ച ഒരു കുടുംബത്തിൽ ചേരുവാൻ ആവശ്യപ്പെടുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. തേനീച്ച കൂട്ടിൽ നിന്നും വളരെ ദൂരത്തേക്ക് പറന്നു പോവുകയും ഇനി തനിക്ക് മടങ്ങി വരുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഈ സാഹചര്യത്തിൽ രണ്ട് സാധ്യതകളുണ്ട്. ഒരു തേനീച്ച വെറും കൈയോടെ അല്ല വരുന്നത് എങ്കിൽ അത് ഉടൻ തന്നെ നിരുപാധികം സ്വീകരിക്കപ്പെടും എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും ശരിയല്ല. ഒരു കുടിയേറ്റ തേനീച്ച മുഴുവൻ ഭക്ഷണവും പൂമ്പൊടിയും കൊണ്ടുവന്നാലും പലപ്പോഴും അപമാനകരമായ ഒരു കാസ്റ്റിംഗ് പരിശോധനാ രീതിയിലൂടെ കടന്നു പോകേണ്ടി വരും. നിരീക്ഷകരായ തേനീച്ച വളർത്തുകാർ ഇത് പലതവണ കണ്ടിട്ടുള്ളതാണ്. ആദ്യം തേനീച്ച കാവൽക്കാരന് കൈക്കൂലി നൽകുന്നത് പോലെ ആഹാരവുമായി നാക്ക് നീട്ടുന്നു. കാവൽക്കാരൻ അത് പ്രകടകരമായി അവഗണിക്കുന്നു. പകരം അത് തേനീച്ചയുടെ പുറത്തു കയറി താടിയെല്ലുകൾ കൊണ്ട് ചിറകുകളിൽ മൃദുവായി സ്പർശിക്കുന്നു. കുടിയേറ്റക്കാരൻ തല കുനിച്ച് അത് സഹിക്കുന്നു. തേനീച്ച പ്രതിരോധിക്കാത്തപ്പോൾ മറ്റു കാവൽക്കാരും പരിശോധനയിൽ ചേരും. വൈകാതെ കാവൽക്കാരൻ്റെ ഗന്ധം പുതിയതായി വന്നവനിലേക്ക് മാറുകയും അവനെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ നടപടിക്രമത്തിൻ്റെ സാരം അത് ചേരുവാൻ ആഗ്രഹിക്കുന്ന കോളനിയുടെ ഗന്ധം തേനീച്ചയ്ക്ക് നൽകുക എന്നതാണ്. ഇതാണ് അതിൻ്റെ താമസാനുമതി. എന്നാൽ നേരെ മറിച്ച് ഒരു തേനീച്ച വെറും കൈയോടെയാണ് വരുന്നത് എങ്കിൽ അതിൻ്റെ അതിജീവനത്തിനുള്ള സാധ്യതകൾ കുറവാണ്. അതിന് പാസ്പോർട്ട് ലഭിച്ചേക്കാം, അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെട്ടേക്കാം. തേനീച്ചകൾ വെറുതെ തിന്നു ജീവിക്കുന്നവരെ ബഹുമാനിക്കുന്നില്ല. അതുകൊണ്ടാണ് പാവം തേനീച്ച ഉടൻ തന്നെ റിസപ്ഷൻ ഡെസ്കിലേക്ക് അടുക്കാതെ പ്രവേശന കവാടത്തിന് സമീപം തൻ്റെ വിധിയും കാത്ത് വിനയത്തോടെ നിൽക്കുന്നത്. വഴിതെറ്റിപ്പോയ ഈ പാവങ്ങൾ പലപ്പോഴും മരിക്കാറാണ് പതിവ് എന്നാണ് തേനീച്ച വളർത്തുകാർ പറയുന്നത്. എന്നാൽ മിക്കപ്പോഴും കാവൽക്കാർ ഷിഫ്റ്റ് മാറുമ്പോൾ അവർക്ക് കൂട്ടിനുള്ളിലേക്ക് കയറുവാൻ കഴിയാറുമുണ്ട്. തേനീച്ച വേണ്ടത്ര പ്രായമാവുകയും വികസിക്കുകയും അനുഭവം പരിചയം നേടുകയും ചെയ്യുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ആരംഭിക്കുന്നു. അത് പറക്കുന്ന തേനീച്ചയായി മാറുകയും ഭക്ഷണവും പൂമ്പൊടിയും ശേഖരിക്കുവാൻ പുറപ്പെടുകയും ചെയ്യുന്നു. പൂവിൽ നിന്ന് പൂവിലേക്ക് പറക്കുമ്പോൾ തേനീച്ചകൾ ആദ്യം ചെയ്യുന്നത് ഭക്ഷണം കുടിക്കുക എന്നതാണ്. അവർക്ക് അത് പറക്കാനുള്ള ഇന്ധനമായും അതുപോലെ തന്നെ ഒരു ട്രോഫിയായും ആവശ്യമാണ്. കാരണം ഭാവിയിൽ അവർ അത് തേൻ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഉപയോഗിക്കും. ഒരു മൈൽ അകലെ നിന്ന് തന്നെ ഭക്ഷണം സമ്പന്നമായ പൂവിൻ്റെ ഗന്ധം തിരിച്ചറിയുവാൻ തേനീച്ചകൾക്ക് കഴിയും. പട്ടികളുമായി താരതമ്യപ്പെടുത്താവുന്നതോ അതിലും മികച്ചതോ ആയ ഘ്രാണശക്തി അവർക്കുണ്ട് എന്ന് ഓർക്കുക. അവർ അതെങ്ങനെ കുടിക്കുന്നു? തുമ്പിക്കൈക്കുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന നാക്ക് ഉപയോഗിച്ചാണ് അവർ കുടിക്കുന്നത്. അവർ നായ്ക്കളെ പോലെ തന്നെ ഭക്ഷണം നക്കുന്നു. പക്ഷേ അവർക്കത് വലിച്ചെടുക്കുവാനും കഴിയും. അങ്ങനെ ഒരു പൂവിൽ നിന്നും ഭക്ഷണം വേർതിരിച്ചെടുക്കുവാൻ രണ്ട് വഴികളുണ്ട്. തേനീച്ചയ്ക്ക് കട്ടിയുള്ളതും ദ്രാവക രൂപത്തിലുള്ളതുമായ ഈ ഭക്ഷണം എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. മിക്കവാറും എല്ലാ പൂക്കളും ഉപയോഗിക്കുവാൻ അവർക്ക് കഴിയും. ഭക്ഷണത്തിന് പുറമെ തേനീച്ചകൾ സസ്യങ്ങളിൽ നിന്നും പൂമ്പൊടിയും ശേഖരിക്കുന്നു. മനുഷ്യരെ പോലെ തന്നെ പ്രോട്ടീനുകൾ അവരുടെ ശരീരത്തിൻ്റെ നിർമ്മാണ സാമഗ്രികളായി വാർത്തിരിക്കുന്നു. എന്നാൽ പൂമ്പൊടി എത്ര ചെറുതാണെന്ന് കണക്കിലെടുക്കുമ്പോൾ അവർ അത് എങ്ങനെ ശേഖരിക്കുന്നു? അത് മറ്റൊരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. തുടക്കത്തിൽ തേനീച്ചകൾ പൂവിൽ നിന്നും പൂവിലേക്ക് പറക്കുമ്പോൾ വൈദ്യുതി ഉപയോഗിച്ച് പൂമ്പൊടി ശേഖരിക്കുന്നു. അതെ, ഇത് വെറും തമാശയല്ല. തേനീച്ചയുടെ ശരീരം രോമങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. തേനീച്ച പറക്കുമ്പോൾ ഈ രോമങ്ങൾ സ്ഥിത വൈദ്യുതി ശേഖരിക്കുന്നു. ഇത് പൂമ്പൊടിയെ ആകർഷിക്കുന്നു. പൂമ്പൊടി സുരക്ഷിതമായി കൂട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് തേനീച്ച പൂവിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ വായുവിലായിരിക്കുമ്പോഴോ കാലിലെ പ്രത്യേക ബ്രഷുകൾ ഉപയോഗിച്ച് പൂമ്പൊടി ചീകിയെടുക്കുന്നു. ഇത് ചെറിയ ഉരുളകളാക്കി പിൻകാലുകളിലെ കോട്ട പോലുള്ള ഘടനകളിൽ വെക്കുന്നു. അതോടൊപ്പം ഉമിനീർ ഗ്രന്ഥികളിൽ നിന്നുള്ള സ്രവം ഉപയോഗിച്ച് ഉണക്കിയ പൂമ്പൊടി പേസ്റ്റ് പോലുള്ള പദാർത്ഥമാക്കി ഒട്ടിക്കുന്നു. ഇതിനെ പോളൻ ലോട്ട് എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു തേനീച്ച ദിവസവും ഡസൻ കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് വിമാനയാത്രകൾ നടത്തുന്നത്. ഒരു ദിവസം 5 മുതൽ 7000 വരെ പൂക്കൾ സന്ദർശിക്കുന്നു. കഠിനമായ അധ്വാനമാണെങ്കിലും ഓരോ തവണയും അവർ വീട്ടിലേക്കുള്ള വഴി എളുപ്പത്തിൽ കണ്ടെത്തുന്നു. സൂര്യനെ ഉപയോഗിച്ച് വഴി കണ്ടെത്തുവാൻ അവർക്ക് കഴിയും. റോഡുകളും നദികളും പോലുള്ള ലാൻഡ്സ്കേപ്പുകൾ സവിശേഷതകൾ പോലും അവർ ഉപയോഗിക്കുന്നു. അതായത് ഒരു തേനീച്ചയുടെ ചെറിയ തലയിൽ ഈ പ്രദേശത്തിൻ്റെ എല്ലാ ഭൂപടങ്ങളുമുണ്ട്. തേനീച്ച തിരികെ വരുമ്പോൾ എല്ലാ വിഭവങ്ങളും കൂടിനുള്ളിലെ യുവ തേനീച്ചകൾക്ക് നൽകും. ഒരു തേനീച്ച കൂടുതൽ ഭക്ഷണമുള്ള മറ്റൊരിടം കണ്ടെത്തുകയാണെങ്കിൽ അത് തീർച്ചയായും ആ വിവരം സുഹൃത്തുക്കളുമായി പങ്കിടും. എന്നാൽ അവർക്ക് സ്വന്തമായി ഭാഷയുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ദിശയും ദൂരവും പോലുള്ള സങ്കീർണമായ വിവരങ്ങൾ അവർക്ക് കൈമാറേണ്ടതുണ്ട്. തേനീച്ചകൾക്ക് ഇത് ശരിക്കും ചെയ്യുവാൻ കഴിയും.
നൃത്തം ചെയ്തുകൊണ്ടാണ് അവർ ഇത് പ്രകടിപ്പിക്കുന്നത്. ഇതിനെ വാഗിൾ ഡാൻസ് എന്നാണ് വിളിക്കുന്നത്. തേനീച്ച ഒരു നേർത്ത രേഖയിൽ നീങ്ങുന്നു. ഉദരം വശങ്ങളിൽ നിന്നും വശങ്ങളിലേക്ക് വേഗത്തിൽ ആട്ടുന്നു. തുടർന്ന് അത് തിരിഞ്ഞ് ഒരു അർദ്ധവൃത്തം വരച്ച് അതേ സ്ഥാനത്തേക്ക് മടങ്ങുന്നു. വീണ്ടും വയറ് കുലുക്കിക്കൊണ്ട് അതേ ദൂരം നടക്കുന്നു. ഈ രീതിയിൽ ഇത് നടുവിൽ ഒരു തരംഗരേഖയുള്ള 8 എന്ന അക്കത്തിൻ്റെ ആകൃതിയിലുള്ള നൃത്തം സൃഷ്ടിക്കുന്നു. ഈ ശരീരഭാഷയുടെ അർത്ഥമെന്താണ്? തേനീച്ചയുടെ നൃത്തം പൂക്കളുള്ള സ്ഥലത്തേക്കുള്ള ദിശയെക്കുറിച്ചും ദൂരത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ അടയാളപ്പെടുത്തുന്നു. തേനീച്ച ഉദരം കുലുക്കിപ്പോകുന്ന ദിശ ഭക്ഷണ സ്രോതസ്സിൻ്റെ ദിശയെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ ദൈർഘ്യം ദൂരത്തെ സൂചിപ്പിക്കുന്നു. വിസ്മയകരമെന്ന് പറയട്ടെ, ഇത് നമ്മുടെ മനുഷ്യ അളവ് സമ്പ്രദായങ്ങളുമായി താരതമ്യപ്പെടുത്താവുന്നതാണ്. ഒരു സെക്കൻഡ് വാഗിൾ ഡാൻസ് ഏകദേശം 1 കിലോമീറ്ററിനോട് യോജിക്കുന്നു. ഇതുപോലെ കുടിവെള്ള സ്രോതസ്സുകളെക്കുറിച്ചോ അതിൻ്റെ കൂടുകളെക്കുറിച്ചോ അവർ അറിയുന്നു. അപ്പോൾ ഒരു തേനീച്ച ഇങ്ങനെ നൃത്തം ചെയ്യുന്നത് കണ്ടാൽ അത് വെറുതെ വിനോദത്തിലേർപ്പെടുകയല്ല, കഠിനാധ്വാനം ചെയ്യുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും ഒരു തൊഴിലാളി തേനീച്ചയുടെ ജീവിതം കോളനിക്കായി സമർപ്പിക്കപ്പെട്ട കഠിനമായ അധ്വാനമാണ്. ഒരു സീസണിൽ ഇത് 30 മുതൽ 40 ദിവസം വരെ മാത്രമേ ജീവിക്കാറുള്ളൂ. കാരണം ഇത് അക്ഷരാർത്ഥത്തിൽ പണിയെടുത്തെടുത്ത് മരിക്കുകയാണ് ചെയ്യുന്നത്. മരണം പോലും പൊതു നന്മയുമായി പൊരുത്തപ്പെടുന്നു. ചൂടുള്ള സീസണിൽ ഒരു തേനീച്ച മരണമടുത്തു എന്ന് തോന്നുമ്പോൾ അത് കൂടിന് പുറത്തേക്ക് പറന്നു പോകുന്നു. തൻ്റെ ശവം നീക്കം ചെയ്യുവാൻ സഹോദരന്മാരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് കരുതിയാണിത്. ഡ്രോണിൻ്റെ മരണം ഇതിലും ദാരുണമാണ്. ഡ്രോണുകൾ ബീജസങ്കലനം നടത്താത്ത മുട്ടകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിനാൽ ഒരു ഡ്രോണിന് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. ഒരു ഡ്രോൺ മുതിർന്ന ആൺ തേനീച്ചയായി മാറുവാൻ ഏകദേശം 40 ദിവസത്തോളം സമയമെടുക്കും. എന്നാൽ ഒരു സീസണിൽ ജനിക്കുന്ന ഡ്രോണുകളിൽ ഒരു ചെറിയ ശതമാനത്തിന് മാത്രമേ റാണിയുമായി ഇണചേരാൻ അവസരം ലഭിക്കൂ. ബാക്കിയുള്ളവർ അപ്പോൾ എന്തു ചെയ്യുന്നു? തൊഴിലാളി തേനീച്ചകൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഡ്രോൺ ഒന്നും ചെയ്യാതെ ജീവിതം ചിലവഴിക്കുന്നു. ഇതൊരു തൊഴിലാളി തേനീച്ചയേക്കാൾ 3-4 മടങ്ങ് കൂടുതൽ തേൻ കുടിക്കുന്നു. സ്വന്തം സന്തോഷത്തിനായി പറക്കുന്നു, വെയിൽ കായുന്നു. ഇതിനെതിരെ ആർക്കും പരാതിയില്ല. ഇതിനിടയിൽ ഇണചേരുവാൻ ആവശ്യമായ 10 ദശലക്ഷം ബീജകോശങ്ങൾ ഡ്രോണിൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാകാം. ഇത് വളരെയധികം ഊർജം ആവശ്യമുള്ള പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ഡ്രോൺ ഇത്രയധികം ഭക്ഷണം കഴിക്കുന്നത്. പ്രകൃതിയുടെ രൂപകൽപ്പന അനുസരിച്ച് ഏറ്റവും വേഗതയേറിയതും ശക്തവുമായ ഡ്രോണുകൾക്ക് മാത്രമേ റാണി തേനീച്ചയെ പിടികൂടാൻ കഴിയൂ. സീസൺ കഴിയുന്തോറും തേനീച്ചകൾ ശൈത്യകാലത്തിനായി തയ്യാറെടുക്കുകയും ഡ്രോണുകൾ ഒരു ബാധ്യതയായി മാറുകയും ചെയ്യുന്നു. തൊഴിലാളി തേനീച്ചകൾ ഇവരെ ഭക്ഷണത്തിൽ നിന്നും അകറ്റി നിർത്തുകയും ഒടുവിൽ കോളനിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുന്നു. വലിപ്പമുള്ള ഡ്രോണുകളെ ഈ ചെറിയ തേനീച്ചകൾ എങ്ങനെ പുറത്താക്കുന്നു? തേനീച്ചകൾ മാരകമായ ഫെറോമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അവ ഡ്രോണുകളെ കടിക്കുമ്പോൾ ഒരുതരം ബോധക്ഷയം ഉണ്ടാകുന്നു. തുടർന്ന് അവയെ കൂടിന് പുറത്തേക്ക് വലിച്ചിടുന്നു. അങ്ങനെ വിശന്നും തളർന്നും ആൺ തേനീച്ചകൾ കൂട്ടത്തോടെ മരണമടയുന്നു. റാണി തേനീച്ച, തൊഴിലാളി തേനീച്ച, ഡ്രോണുകൾ എന്നിവയെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. എന്നാൽ തേനീച്ച സാമ്രാജ്യത്തിൽ ഉയർന്ന ബുദ്ധിയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്ന മറ്റൊരു ജീവിയുണ്ട്.